Good afternoon, all. Good afternoon, Miss. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് പേരുണ്ടല്ലോ ക്ലാസ്സില്. മഴയൊക്കെ ഉണ്ട് എല്ലായിടത്തും. നല്ല മഴയാണ് പൊതുവെ അല്ലേ? ആണോ? അതെ. പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ, എല്ലാവരും സേഫ് അല്ലേ? ആണ് മിസ്. കുറച്ച് നമ്മുടെ സ്ഥിരം കയറുന്ന കുട്ടികളൊന്നും കുറച്ച് പേരൊന്നും കാണുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, വന്നോളൂ അല്ലേ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് 5 മിനിറ്റ് ലേറ്റ് അല്ല, പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ക്ലിയർ ആണ് വന്നായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സില് ജോബ് അനാലിസിസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്താണ് ജോബ് അനാലിസിസ്, അതിന്റെ ഡെഫിനേഷനും കൺസെപ്റ്റും വരെയാണ് നമ്മൾ നോക്കിയത്. അത്രയല്ലേ നോക്കിയത്? ആ ഫ്ലോ ചാർട്ട് നോക്കിയില്ലല്ലോ. ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് എന്താണ്, ഡെഫിനേഷൻ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വായിക്കാം കേട്ടോ. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ജോബിനെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുക, അതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണത്തെയാണ് എന്ത് വിളിക്കുക, ഒരു ജോലിയുടെ പ്രവർത്തനങ്ങളും നമ്മൾ ആ ജോലിയിൽ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഇതൊക്കെയാണ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ശേഖരിക്കുന്ന ഒരു പ്രക്രിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ജോബ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഡെഫിനേഷൻ കണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോന്റെ ജോബ് അനാലിസിസ് എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് studying and collecting information relating to the operation and responsibilities of a specific job. Then നമ്മൾ അതിന്റെ കൺസെപ്റ്റ് പഠിച്ചു. എന്താണ് ജോബ് അനാലിസിസ്? നമ്മൾ പറഞ്ഞു ഇതുപോലെ തന്നെ കളക്ട് ചെയ്യുക, ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോസസ് ആണ്. ജോബ് അനാലിസിസിന്റെ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ്, അതിന്റെ ഒരു പ്രോസസ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇപ്പൊ മെയിൻ ആയിട്ട് 5 പ്രോസസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്, പ്രിപ്പയറിംഗ് ജോബ് അനാലിസിസ്, പെർഫോമിംഗ് ജോബ് അനാലിസിസ്, ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ്, കൺട്രോളിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ഈ 5 പ്രോസസ് ആണ് മെയിൻ ആയിട്ട് ഒരു ജോബ് അനാലിസിസിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് 5 പ്രോസസ് ഒന്ന് വായിച്ചു നോക്കി. വായിക്കുമ്പോ തന്നെ ഒരു 3 ടൈംസ് ഒന്ന് വായിക്കണേ. ആ വായിക്കുമ്പോ തന്നെ ആ ഒരു 5 പ്രോസസ് ഒന്ന് പഠിച്ചുകൂടി പോകാം. പ്രോസസ് മാത്രം കേട്ടോ, പെട്ടെന്ന് വായിക്കാം. 3 ടൈം നോക്കണേ. ഏകദേശം ഒരു 5 പോയിന്റ് ആണെങ്കിൽ അതിൽ ഒരു 3 പോയിന്റ് എങ്കിലും പഠിച്ചിരിക്കണം. ഓക്കെ, ഓക്കെ 3 ടൈംസ് വായിച്ചോ? പ്രോസസ് എന്തൊക്കെയാണ്? 5 പ്രോസസ് ആണ്. 5 പ്രോസസ്സില് 3 പ്രോസസ് എങ്കിലും പഠിച്ചോ? ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പ്രോസസ്. അപ്പൊ അതുകൊണ്ടാണ് അത് വായിക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ദ ജോബ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, അതായത് നമ്മൾ ലക്ഷ്യങ്ങൾ, ആ ഒരു ജോബിന്റെ ലക്ഷ്യങ്ങൾ നിർവചിക്കുക. ഡിഫൈനിങ് ദ ജോബ് ഒബ്ജക്റ്റീവ്സ് സിമ്പിൾ ആണ് കേട്ടോ, മനസ്സിലാക്കി പഠിക്കാവുന്നേ ഉള്ളൂ. മെയിൻ പോയിന്റ്, മെയിൻ പ്രോസസ് പഠിക്കാം. പിന്നെ അതിനുള്ളിലുള്ള കാര്യം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. നോക്കാം. അപ്പൊ ഫസ്റ്റ് പ്രോസസ് ആണ് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്, അതായത് ലക്ഷ്യങ്ങൾ, ആ ജോലിക്ക് വേണ്ടുന്ന ലക്ഷ്യങ്ങൾ നിർവചിക്കുകയാണ്. എങ്ങനെയാണ് നോക്കാം. The foremost step in the process of job analysis is defining the objectives of job analysis. Underline ചെയ്യാട്ടോ. The foremost, one of the important step, അതായത് ജോബ് അനാലിസിസിലെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ആണ് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ് പ്രോസസ്സിൽ, ജോബ് അനാലിസിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ,
So the foremost most important step. The foremost step in the process of job analysis is defining the objectives of job analysis. Job വിശകലനത്തിന്റെ job analysis ലക്ഷ്യങ്ങൾ നിർവചിക്കുക. The objective could be either of the following. എന്തൊക്കെയാണ് നമ്മൾ ഈ ലക്ഷ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ടത് നോക്കാം. Redesign job description. Redesign ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ളതിന് ഒന്നും കൂടി ഡിസൈൻ ചെയ്യാണ്. ജോലി വിവരണത്തെ ഡിസൈൻ ചെയ്യണം. Revise the compensation program. കോമ്പൻസേഷൻ പ്രോഗ്രാമുകൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാന്ന്. എംപ്ലോയീസിന് നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുന്ന അതിന്റെയൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്നും കൂടി ഒന്ന് നോക്കി വിലയിരുത്തുക. ചേഞ്ച് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ആ കമ്പനിയുടെ ഒരു സ്ട്രക്ചറിലൊക്കെ മാറ്റങ്ങൾ വരുത്താണ് അല്ലെ. സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്താന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വർക്കിങ്ങിന്റെ കാര്യങ്ങൾ, വർക്കിംഗ് രീതികളും അല്ലെങ്കിൽ ഓരോ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവരിക. Then redesign the job in a particular department. Once the objective is selected, it should be well communicated to the top management, because with it supported only, the changes can be made in the organization. അതായത് റീഡിസൈൻ ജോബ് ഇൻ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഒരു കമ്പനിയിലാണെങ്കിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടാകും ഇല്ലേ. ഡിപ്പാർട്ട്മെന്റ്സുകളിൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? റിസപ്ഷൻ ഉണ്ടാകും, എക്സ്റേ, സ്കാനിങ്, ദെൻ കൺസൾട്ടേഷൻ ഡേ, ദെൻ ലബോറട്ടറി, എക്സ്റേ എന്നിങ്ങനെയുള്ള പല പല സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സോ അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്യുക. അവിടെ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? Then it should be well communicated top management. അത് നമ്മുടെ കമ്പനിയിലെ ടോപ്പ് മാനേജ്മെന്റുമായിട്ട് ഒന്ന് പറയണമെന്ന്. കാരണം ഇപ്പോ എക്സാമ്പിൾ നമ്മൾ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞു. അപ്പോ അവിടെ രജിസ്ട്രേഷനിൽ എന്തെങ്കിലും പുതിയ പുതിയ മാറ്റങ്ങൾ വന്നു, വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ നമ്മളത് അറിയിക്കേണ്ടത് ആരെയാണ്? ടോപ്പ് ലെവലിൽ ഇരിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിലാവുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറെയോ മാനേജറെയോ ആയിരിക്കണം നമ്മൾ വിവരം അറിയിക്കണം എന്ന്. കാരണം with their support only the changes can be made in the organization. അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ കമ്പനിയിലത്തെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു മീൻസ് മാനേജർ അല്ല, അതിലും താഴെയുള്ള ഒരു അധികം നല്ല HR പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് സ്വയം അയാളുടെ ആഗ്രഹത്തിന് മാത്രം അനുസരിച്ചിട്ട് ആള് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റില് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ? നമ്മുടെ സ്വന്തം ഒരാളുടെ ഇഷ്ടത്തിന് മാത്രം മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ? ഇല്ല. നമുക്ക് മുകളിലുള്ള ടോപ്പ് മാനേജ്മെന്റിൽ ഇരിക്കുന്നത് ആരാണോ ആ പേഴ്സന്റെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനോട് കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നു ഇല്ലേ. അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഡിഫൈനിങ് ദ ജോബ് ഒബ്ജക്റ്റീവ്സ് ഒരു പ്രാവശ്യം കൂടി പറയാം കേട്ടോ. സിമ്പിൾ ആണ്, നോക്കാം. ഡിഫൈനിങ് ദ ജോബ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് അനാലിസിസ്, ജോലി വിശകലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. ഓക്കെ, ദെൻ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് പ്രോസസ്സിൽ ഫസ്റ്റ് വൺ പറഞ്ഞത് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോലിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളൊക്കെ കൊടുക്കുക. പുതിയ പുതിയ വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റീഡിസൈൻ ചെയ്യാന്ന്. ഓൾറെഡി ഉള്ളതല്ല, നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് റീഡിസൈൻ ചെയ്യണം. ദെൻ രണ്ടാമതായിട്ട് പറഞ്ഞത് റിവൈസ് ദ കോമ്പൻസേഷൻ പ്രോഗ്രാം, എംപ്ലോയീസിന് കോമ്പൻസേഷൻ കൊടുക്കുന്നതൊക്കെ ഒന്ന് നോക്കുകയാണ്. ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ചേഞ്ചസുകൾ വരുത്തുക. ദെൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയിട്ട് അവിടുത്തെ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്തുകൊണ്ട് അത് എന്തെങ്കിലും മാറ്റങ്ങൾക്ക് വരുത്താനുണ്ടെങ്കിൽ ടോപ്പ് മാനേജ്മെന്റുമായിട്ട് എന്ത് വേണം? ഡിസ്കസ് ഒക്കെ ചെയ്യണം. അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പ്രോസസ്സിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പ്രോസസ്സ് ഓക്കെ ആണോ? ദെൻ വായിച്ചു നോക്കാം കേട്ടോ. ഓരോ പ്രോസസ് ആയിട്ട് നമുക്ക് വായിക്കാം. കാരണം നിങ്ങൾക്ക് അത് വായിച്ചാലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി, ഒരു പ്രാവശ്യം വായിക്കണേ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഒന്ന് മനസ്സിലാക്കി വായിക്കാം. എന്നിട്ട് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒബ്ജക്റ്റീവ് പ്രോസസ്സ് 5 എണ്ണം ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ദെൻ അതിന്റെ ഉള്ളിൽ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം.
കംപ്ലീറ്റ് ചെയ്തോ ഫസ്റ്റത്തെ പ്രോസസ്സ്? ഡിഫൈനിങ് ദ ജോബ് ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആണോ? വായിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ആണോ വായിച്ചിട്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ, വലിയ കോംപ്ലിക്കേഷൻ പിടിച്ച സെന്റൻസുകളൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോസസ്സ് നോക്കാം. രണ്ടാമതായിട്ട് പറയുന്ന പ്രോസസ്സ് പ്രിപ്പയറിംഗ് ജോബ് അനാലിസിസ്. നമ്മള് ജോബ് അനാലിസിസ്, ഇനി ജോലിയെ കുറിച്ചിട്ടുള്ള വിശകലനം അല്ലെങ്കിൽ വിവരണം തയ്യാറാക്കാൻ പോലെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യം നമ്മൾ ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് നോക്കി, രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ജോബ് അനാലിസിസിന് വേണ്ടി പ്രിപ്പയർ ആകുന്നു. ആഫ്റ്റർ സെറ്റിംഗ് ആൻഡ് ഒബ്ജക്റ്റീവ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ് ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തു, സെറ്റ് ചെയ്തു. ആഫ്റ്റർ സെറ്റിംഗ് ആൻഡ് ഒബ്ജക്റ്റീവ്, the kind of jobs that are to be analyzed are selected, whether the clerical jobs, managerial job, then division specific job, etc. അപ്പൊ നമ്മള് ഫസ്റ്റ് പ്രോസസ്സിൽ എന്ത് ചെയ്തു? ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചു, ദെൻ ഒബ്ജക്റ്റീവ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തതിനു ശേഷം സെക്കൻഡ് സ്റ്റെപ്പില് ഏത് ടൈപ്പ് ജോലികളാണ് നമ്മൾ ചെയ്യേണ്ടത്, എംപ്ലോയീസിന് കൊടുക്കേണ്ടത്. ജോലികൾ നമ്മൾ വിഭജിക്കാന്നൊക്കെ പറയുക. ഇപ്പൊ ഒരു കമ്പനിയിൽ തന്നെ പല തരത്തിലുള്ള ജോലികൾ ഉണ്ടാകും. ഏതൊക്കെയാണ്? ഒരു കമ്പനി എന്ന് പറയുമ്പോഴേ അവിടെ ഒരു പലതരത്തിലുള്ള ജോബ് ഉണ്ട്. എന്തൊക്കെയാണ്? എക്സാമ്പിൾ പറയാമോ? പല ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇപ്പൊ ഒരു കമ്പനിയിൽ അവിടെ കോളിംഗ് സ്റ്റാഫ് ഉണ്ടാവും, ബില്ലിംഗ് സ്റ്റാഫ് ഉണ്ട്, റിസപ്ഷനിൽ സ്റ്റാഫ് ഉണ്ട്, ഇല്ലേ? ദെൻ ബാക്ക് ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവില്ലേ? ഇങ്ങനെ പലതരത്തിലുള്ള പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പല ടൈപ്പ് ഒരു കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് ആളുകൾ. ആണോ? എല്ലാവരും ഒരേ ഇത് തന്നെയായിരിക്കും. ഇപ്പൊ ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു കോളേജ് എടുക്കുകയാണെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, അക്കൗണ്ട് ബില്ലിങ്ങിന് നോക്കുന്നുണ്ടാവും, ക്ലീനിങ്ങിന്റെ സ്റ്റാഫ് ഉണ്ടാകും, പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈപ്സ് ജോലികൾ ഉണ്ടാവും. സോ രണ്ടാമത്തെ പ്രോസസ്സിൽ പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം ഏതൊക്കെ ടൈപ്പ് ജോലികളാണ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്ത് വെക്കുന്നത്. അതായത് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ജോലികൾ. എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത് ക്ലറിക്കൽ ജോബ്സ്, അല്ലെ? ഇപ്പൊ ക്ലറിക്കൽ ജോബുകൾ, അതുപോലെ മാനേജീരിയൽ ജോബ്സ്. മാനേജീരിയൽ ജോബ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സെയിൽസ് മാനേജർ, അല്ലെങ്കിൽ ഫിനാൻസ് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, ഇതൊക്കെയാണ് മാനേജീരിയൽ ജോബ്. മാനേജീരിയൽ ജോബ്, ഡിവിഷൻ സ്പെസിഫിക് ജോബ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള ജോബുകൾ. അങ്ങനെ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ജോലികളാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു രണ്ടാമത്തെ പ്രോസസ്സിൽ. ദെൻ ഓൾസോ ദ മെമ്പേഴ്സ് ഹു ആർ ഇൻക്ലൂഡഡ് ഇൻ ദ അനാലിസിസ് ആൻഡ് ദ മെത്തേഡ്സ് ടു ബി ആർ ഐഡന്റിഫൈഡ്. അപ്പൊ അനാലിസിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അംഗങ്ങൾ, അതായത് ഒരു കമ്പനിയിൽ ഈ ജോബ് വിശകലനം ചെയ്യാനായിട്ട് കുറച്ച് ആളുകൾ ഉണ്ടാകുമല്ലോ. സോ ഈ അനാലിസിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അംഗങ്ങളും അനാലിസിസ് ചെയ്യാനായിട്ടുള്ള ഉപയോഗിക്കുന്ന രീതികളും നമ്മൾ തിരിച്ചറിയണം. അതായത് ഇപ്പൊ കുറച്ച് പേര് ഒരു കമ്പനിയിലെ ഒരു മാനേജിംഗ് പാർട്ണറും അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ചേർന്നിട്ടാണ് ഈ ജോബ് അനാലിസിസ് ഒക്കെ ചെയ്യുന്നത്. സോ അവര് ഏതൊക്കെ രീതി അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സ് നമുക്ക് തിരഞ്ഞെടുക്കണമെന്നും കൂടി ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഓരോ സെപ്പറേറ്റ് നമ്മൾ ടൈപ്പ് ഓഫ് ജോബ് തിരഞ്ഞെടുക്കുമല്ലോ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതികളാണ് വേണ്ടതെന്നും കൂടി ഈ ഒന്നിച്ചിവര് ഒരു ഗ്രൂപ്പ് വൈസ് ആയിട്ടിരുന്നുകൊണ്ടാണ് അവര് ജോബ് അനാലിസിസ് ചെയ്യുന്നത്. സോ അത് അവര് മനസ്സിലാക്കണം, ഐഡന്റിഫൈ ചെയ്യണം ഏതൊക്കെ ഡിവിഷനിൽ എത്ര എംപ്ലോയീസ് നമുക്ക് അവിടെ കൊടുക്കാം, ക്ലറിക്കലിൽ ആരൊക്കെയാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. At this stage, the complete review of existing job description is done to have a fair insight of the duties, responsibilities, organization chart, working condition, hazards, etc. ഇനി ഇവിടെ പറയുന്നത് ഈ ഘട്ടത്തിൽ തന്നെ, ഈ സെക്കൻഡ് ഘട്ടത്തിൽ, രണ്ടാമത്തെ ഘട്ടത്തിൽ തന്നെ പഴയ നമ്മൾ ഓൾറെഡി നിലവിലുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ നിലവിലുള്ളതിനെ മാറ്റിക്കൊണ്ടാണ് നമ്മൾ റീഡിസൈൻ ചെയ്തിരിക്കുകയാണ് പുതിയ ഒബ്ജക്റ്റീവ് ഒക്കെ, അല്ലെ? അപ്പോ നിലവിൽ ഓൾറെഡി ഉള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കണം എന്ന്. ദെൻ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അനലൈസ് ചെയ്യണം. ആ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ എംപ്ലോയീസിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, ഓർഗനൈസേഷന്റെ ഒരു ചാർട്ട്, സ്ട്രക്ചർ എങ്ങനെയാണ്, ദെൻ വർക്കിംഗ് കണ്ടീഷൻ, പിന്നെ ഹസാർഡ്സ്. ഇപ്പൊ ചില ജോലികളൊക്കെ ആണെങ്കിൽ ഹസാർഡ്സ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉള്ള ജോലികളാണെങ്കിൽ ആ ഹസാർഡ്സ്, ഇവയൊക്കെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഓൾറെഡി നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജോബ് അനാലിസിസും കൂടി നോക്കണം ഈ സെക്കൻഡ് പ്രോസസ്സിൽ. ഓക്കെ, ഇത്രയുമാണ് സെക്കൻഡ് പ്രോസസ്സിൽ പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയാം, വായിക്കാം, ശ്രദ്ധിക്കാം.
പ്രിപ്പയറിംഗ് ജോബ് അനാലിസിസ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഓൾറെഡി എന്താണ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു, ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ശേഷം നമ്മൾ ഓരോ ടൈപ്പ് എത്ര ടൈപ്പ് ജോലികളാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. എക്സാമ്പിൾ ആണ് ക്ലിനിക്കൽ ജോബ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാനേജീരിയൽ ജോബ്, അങ്ങനെയുള്ള ജോബ്സുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. ദെൻ ഈ അനലൈസ് ചെയ്യാനായിട്ടിരിക്കുന്ന മെമ്പേഴ്സ് ഈ ഓരോ ജോലിക്കുമുള്ള ഓരോ മെത്തേഡ്സുകളും കൂടി അവർ തിരിച്ചറിയണം. എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എത്ര പേഴ്സണ് നമുക്ക് കൊടുക്കാം എന്നുള്ളത് കൂടി സെലക്ട് ചെയ്യാം. ദെൻ പിന്നെ പറയുന്നത് പഴയ ഓൾറെഡി ഉള്ള ജോബ് അനാലിസിസ് നമ്മൾ ഒന്ന് വിലയിരുത്തണം, വിശകലനം ചെയ്യണം. ആ പഴയ ജോബ് വിശകലനം ചെയ്താൽ മാത്രമേ എന്താണ് പഴയ ജോബ് വിശകലനം ചെയ്താലാണ് നമുക്ക് അവരുടെ ഡ്യൂട്ടികളും റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു, ദെൻ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, ഹസാർഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും കാണുന്നില്ലല്ലോ. ഇത് 1-2 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. കാരണം ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകില്ല. എനിക്കറിയാം, പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ദെൻ ബേസ് അധികം കിട്ടാത്ത ഇപ്പൊ എല്ലാവർക്കും ബേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്കിടയിൽ ഇല്ല. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ടൈമിലൊക്കെ പറഞ്ഞിരുന്നു കൊമേഴ്സ് ബേസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും സബ്ജക്ട് എടുത്ത് പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് ഉള്ളവരായിരിക്കാം. എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇനി ഉണ്ടാവില്ല. നമ്മൾ അതിനകത്തോട്ട് എത്തിക്കഴിഞ്ഞു. എത്തിയില്ലേ നിങ്ങള്? എത്തിയോ? ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടൊക്കെ ഇപ്പൊ മാറിയില്ലേ? ഈ കൊമേഴ്സ് ബേസ് ഇല്ലാത്തവരും അല്ലെങ്കിൽ ഗ്യാപ്പ് ഉള്ളവർക്കൊക്കെയുള്ള ബുദ്ധിമുട്ട് ഇപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഓക്കെ അല്ലേ? നമ്മൾ അതിനോട് എത്തിക്കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും എത്തിപ്പെടാത്തതുണ്ടോ? നമ്മുടെ ട്രാക്കിലോട്ട് വരാത്തത് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം അല്ലെ? നമ്മൾ എഫേർട്ട് എടുക്കേണ്ടടുത്ത് നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. നിങ്ങൾക്ക് വേണ്ടി ആരും അവിടെ എഫേർട്ട് എടുക്കില്ല. അപ്പോ ഒരു പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകില്ല. അതൊരു 5 പ്രാവശ്യം വായിക്കണമായിരിക്കും. ചിലവർക്ക് 5-ൽ കൂടുതൽ തവണ വായിച്ചാലായിരിക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ? എല്ലാവരും ഒരേ ലെവലല്ലല്ലോ. കൊമേഴ്സ് അത്യാവശ്യം പഠിച്ചവരും ആ ഒരു ബേസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലവർക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെയാണോ? ഇപ്പൊ ഒരാൾക്ക് 2 തവണ വായിച്ചാലേ അത് മനസ്സിലാകുള്ളൂ. ചിലപ്പോ ഒരാൾക്ക് 5 വട്ടം വായിച്ച് മനസ്സിലാക്കിയാലേ അത് മനസ്സിലോട്ട് ഇരിക്കുള്ളൂ. ഇല്ലേ? അങ്ങനെയല്ലേ? പലർക്കും വ്യത്യാസം ഉണ്ടാകും. ആണോ? എല്ലാവരും വലിയ ക്ലാസ്സില് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. ഉറങ്ങിയാണോ ക്ലാസ്സില്? എല്ലാവരും ഉണ്ട് ഇവിടെ? ഓക്കെ, ഇടയ്ക്ക് ഞാൻ ചോദിക്കോട്ടെ ഇങ്ങനെ ഇവിടെ ഉണ്ടോന്ന്. കാരണം ഞാനും ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉറങ്ങിയാണോ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയണമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ചിലപ്പോ നോക്കുമ്പോഴേ ഒറ്റയടിക്ക് വായിക്കുമ്പോ ഇത് ബുദ്ധിമുട്ടാണല്ലോ. പലർക്കും ചിന്ത ഉണ്ടാകും, എനിക്കറിയാം. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിക്കുന്നവരുണ്ട് ഈ ക്ലാസ്സിലും. പക്ഷെ അങ്ങനെ വിചാരിക്കണ്ട നിങ്ങള്. നമ്മൾ എഫേർട്ട് എടുക്കണം അവിടെ, എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകുള്ളൂ. ഓക്കെ, അല്ലാതെ എനിക്ക് പാടാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിട്ട് കളയരുതും. എഫേർട്ട് എടുക്കേണ്ടടുത്ത് നമ്മൾ എഫേർട്ട് എടുക്കുക. തീർച്ചയായിട്ടും അതിന് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ കഴിയുമ്പോൾ കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. ഇടയ്ക്കൊന്നും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയണമല്ലോ. പറയണ്ടേ? ചുമ്മാ ക്ലാസ് മാത്രമല്ലല്ലോ, ചില കുറച്ച് മോട്ടിവേഷൻസ് ഒക്കെ ഇടയ്ക്ക് തരാം. ഓക്കെ, അപ്പൊ പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ് രണ്ടാമത്തെ പോയിന്റ് ആണ്. വായിച്ചിട്ടില്ല, വായിച്ചു നോക്കാം കേട്ടോ. സെക്കൻഡ് പ്രോസസ് വായിക്കാം. മനസ്സിരുത്തി വായിക്കണേ. നിങ്ങൾ വായിച്ചാൽ കിട്ടും. നിങ്ങളുടേതായിട്ടുള്ള രീതിയിലോട്ട് അങ്ങനെ എടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറയുമ്പോഴും നിങ്ങൾക്ക് മാക്സിമം എല്ലാവർക്കും ഒരുപോലെ സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള എക്സാമ്പിൾ ആണ് ഞാൻ പറയാറ്. ആണോ? ഒരുപാട് തിയററ്റിക്കൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല ഇല്ലേ? അപ്പൊ കുഴപ്പമില്ലല്ലോ. എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവണില്ലേ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. സെക്കൻഡ് പ്രോസസ്സ് വായിച്ചു നോക്കി മനസ്സിലാക്കി വായിക്കുക. എന്നിട്ട് ഒന്നും മനസ്സിലാവണില്ലെങ്കിൽ എന്നോട് ചോദിച്ചോളൂ.
കംപ്ലീറ്റ് ചെയ്തോ രണ്ടാമത്തെ പ്രോസസ്സ്? ഓക്കെ, ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ദെൻ മൂന്നാമത്തത് പെർഫോമിംഗ് ദ ജോബ് അനാലിസിസ്. ഇനി നമ്മൾ ജോബ് അനാലിസിസിലെ പെർഫോമിംഗ് വിലയിരുത്താൻ പോണേ കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. The next stage in the process of job analysis is to perform or begin with the job analysis. ജോബ് വിശകലനം അല്ലെ? ജോലി വിശകലനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പില്. Here the sufficient time should be allotted for collecting the job details from the employees. ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ജോബ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണെയാണ്. ഫസ്റ്റ് നമ്മൾ ലക്ഷ്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു, ലക്ഷ്യങ്ങൾ നമ്മൾ തയ്യാറാക്കി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? ലക്ഷ്യങ്ങളൊക്കെ തയ്യാറാക്കി നമ്മൾ ഓരോ സെപ്പറേറ്റ് ജോബ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്തു, അത് ഐഡന്റിഫൈ ചെയ്തു. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഇനി ജോബ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജോലിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, വിവരങ്ങളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ജോബ് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തേർഡ് സ്റ്റെപ്പില് സഫീഷ്യന്റ് ടൈം ഷുഡ് ബി അലോട്ടഡ് ഫോർ കളക്ടിങ് ജോബ് ഡീറ്റെയിൽസ് ഫ്രം എംപ്ലോയീസ്. അവിടെയുള്ള എംപ്ലോയീസിൽ നിന്നും അവരുടെ ജോബ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണ്. അതിന് ഒരു കൃത്യൊരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ടൈം കൊടുക്കുന്നു. ജീവനക്കാരിൽ നിന്നും ആ ഒരു ജോലിയുടെ വിശദാംശങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവർക്കൊരു ടൈം പീരീഡ് കൊടുക്കുന്നു. Then the information from the employees can collected through questionnaire, interviews or through observation method. എംപ്ലോയീസിൽ നിന്നും അവരുടെ ജോലിയെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനെയർ വഴി ചോദിച്ച് മനസ്സിലാക്കാം, ഫീഡ്ബാക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇന്റർവ്യൂസ് നടത്താം, അല്ലെങ്കിൽ നമുക്കൊരു ഒബ്സർവേഷൻ അവരെ നിരീക്ഷിക്കാം. നമുക്ക് അവരെന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിക്കാം. ഈ രീതിയിൽ നമുക്ക് ആ ജോബ് അനാലിസിസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാവുന്നത് ഇന്റർവ്യൂ വഴിയോ ക്വസ്റ്റ്യനെയർ വഴിയോ അല്ലെങ്കിൽ എന്താണ് ഒബ്സർവേഷൻ മെത്തേഡിലൂടെ കളക്ട് ചെയ്യുന്നു മൂന്നാമത്തെ സ്റ്റെപ്പിലെ. ദെൻ ആഫ്റ്റർ കളക്ടിങ് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തെടുത്തു. ഇറ്റ് മസ്റ്റ് ബി ഓർഗനൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് നേച്ചർ, ഡിവിഷൻ, ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഇത്രയും എല്ലാ കാര്യങ്ങളും എംപ്ലോയീസിൽ നിന്നും ഇന്റർവ്യൂ വഴിയും ക്വസ്റ്റ്യനെയർ വഴിയൊക്കെ എന്ത് ചെയ്തു? എംപ്ലോയീസിൽ നിന്നും ജോബ് അനാലിസിസ്, ജോലിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഓരോ കാര്യങ്ങളുടെ അതിന് നമ്മൾ അതിന്റെ നേച്ചർ അനുസരിച്ചും ഡിവിഷൻ അനുസരിച്ചും ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കുന്നു. ഒരുപാട് കളക്ട് ചെയ്തിട്ടുള്ള വിവരങ്ങളുണ്ട്, അതിനൊന്ന് ക്രമീകരിക്കുന്നു, സ്ട്രക്ചർ ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇത്രയുള്ള മൂന്നാമത്തെ പോയിന്റ്. ഫസ്റ്റിൽ എന്തായിരുന്നു? ലക്ഷ്യങ്ങൾ നമ്മൾ കണ്ടെത്തി. രണ്ടാമത് ടൈപ്പ് ഓഫ് ജോബ് ഏതൊക്കെയാണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. മൂന്നാമതാണ് നമ്മൾ ജോബ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തത്. എംപ്ലോയീസിൽ നിന്ന് എന്ത് വാങ്ങിച്ചു? കളക്ട് ചെയ്തു, ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തു. ദെൻ ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയർ വഴിയൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഡിവിഷൻ, ഡിപ്പാർട്ട്മെന്റ്, നേച്ചർ വൈസ് ആയിട്ട് ക്രമപ്പെടുത്തി. ക്ലിയർ ആണോ മൂന്നാമത്തെ പോയിന്റ്? ഓക്കെ, മൂന്നാമത്തെ പ്രോസസ്സ് വായിച്ചു നോക്കാം. പെട്ടെന്ന് വായിക്കാം കേട്ടോ. ഇങ്ങനെ ഓരോ പ്രോസസ്സും കഴിഞ്ഞിട്ട് വായിക്കാൻ പറയുന്നതേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിട്ട് അടുത്ത പ്രോസസ്സിലോട്ട് പോയാൽ മതിയല്ലോ. ഒറ്റയടിക്ക് എടുത്താൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ല. ഓക്കെ,
ഓക്കെ, മൂന്നാമത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇനി നാലാമത്തെ പ്രോസസ്സ് നോക്കാം. ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ നോക്കാം. നാലാമത്തെ സ്റ്റേജിൽ എന്താണ് പറയുന്നത്? At this stage, the job analyst create a draft of the job description and the specification. അല്ലെ, അപ്പൊ നമ്മള് മൂന്നാമത്തെ സ്റ്റേജിൽ എന്താ പറഞ്ഞത്? എംപ്ലോയീസിൽ നിന്നും വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തു. നാലാമത്തെ സ്റ്റേജില് ഈ കളക്ട് ചെയ്ത വിവരങ്ങളെ ജോബ് അനലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി വിശകലനം ചെയ്യുന്ന വ്യക്തി, ഈ ജോബ് അനലിസ്റ്റ് എന്ത് ചെയ്യും? ഈ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചും ആ ജോബ് സ്പെസിഫിക്കേഷനെ കുറിച്ചും ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു. ഡ്രാഫ്റ്റ് തയ്യാറാക്കും. കിട്ടിയിട്ടുള്ള വിവരങ്ങളൊക്കെ അനുസൃതമായിട്ട് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു. After organizing the information, the changes that need to be made in the job is identified and is written on paper. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? ഈ നമുക്ക് കളക്ട് ചെയ്ത വിവരങ്ങളൊക്കെ കുറിച്ചിട്ട് വിവരങ്ങളൊക്കെ ചേർത്തുകൊണ്ട് അദ്ദേഹം ജോബ് അനലിസ്റ്റ് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ജോലിയിൽ വരുത്തേണ്ട അതൊന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇനിയും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ, പുതിയതായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഒരു റിട്ടേൺ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. പുതിയതായിട്ട് വരുത്തേണ്ട മാറ്റങ്ങൾ ഫൈൻഡ് ഔട്ട് ആയിട്ടൊന്ന് എഴുതി വെക്കുന്നു. Then once a draft gets prepared, it is passed on to the managers, supervisor and employees. അപ്പൊ നമ്മൾ ഈ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് എന്ത് ചെയ്യുന്നു? ഡ്രാഫ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് മാനേജർക്കും സൂപ്പർവൈസറിനും അതുപോലെ എംപ്ലോയീസിനും നമ്മളത് പാസ് ചെയ്യുന്നു. തയ്യാറാക്കിയ ഡ്രാഫ്റ്റ് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി ആ മാറ്റങ്ങളൊക്കെ വരുത്തി ഈ ഡ്രാഫ്റ്റ് എന്ത് ചെയ്യുന്നു? മാനേജർക്കും സൂപ്പർവൈസർക്കും എംപ്ലോയീസിനും നമ്മൾ പാസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഇതൊരു ഓർഡർ പോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാലോ. കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഓർഡർ പോലെ സിമ്പിൾ ആയിട്ട് പറയാട്ടോ. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് പ്രോസസ്സ് പെട്ടെന്ന് വായിച്ചു നോക്കിയേ, എളുപ്പമാണ്. അഞ്ച് പോയിന്റ് കഴിഞ്ഞിട്ടേ നമുക്ക് എളുപ്പം ഒന്ന് പഠിച്ച് പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? Then last one, fifth process ആണ് control job description and job specification. This is the last step in the process of job analysis, wherein the job descriptions and specifications are timely checked and modified according to the changes needs of the organization. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡ്രാഫ്റ്റ് ഒക്കെ തയ്യാറാക്കി മാനേജേഴ്സിനും സൂപ്പർവൈസറിനും അതുപോലെ തന്നെ എംപ്ലോയീസിനൊക്കെ കൈമാറി. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അത് ടൈമിലി ഒന്ന് ചെക്ക് ചെയ്യുന്നു. അതായത് എന്താണ്? ഇതിടക്കൊന്ന് പരിശോധിക്കുന്നു. പരിശോധിച്ചിട്ട് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള കമ്പനി മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസം ആവശ്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. സോ കമ്പനിയുടെ ചേഞ്ചിങ് നീഡ്സ് അനുസരിച്ചിട്ടുണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്തുന്നു. മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മോഡിഫിക്കേഷൻ ചെയ്ത് കുറച്ച് പരിഷ്കരണങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് പെട്ടെന്ന് വായിക്കാം. then നമുക്ക് ഒന്നും കൂടി ഒന്ന് പ്രോസസ്സുകൾ പഠിക്കണം. വായിച്ചോ? ഓക്കെ, അപ്പൊ നമുക്കിത് ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു പോകാം. സിമ്പിൾ ആയിട്ട് ഏറ്റവും എളുപ്പത്തിലും നമുക്കൊന്ന് പഠിച്ചു തന്നെ പോണം. നമ്മൾ നോക്കിയത് ജോബ് അനാലിസിസ് ആണ്. ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ജോലിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. ദെൻ ജോബ് അനാലിസിസിന്റെ പ്രോസസ്സ് 5 പ്രോസസ് ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്.
ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. ലക്ഷ്യങ്ങൾ തയ്യാറാക്കണം. അതാണ് അതിന് ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷ്യങ്ങളിൽ നമ്മൾ പറഞ്ഞു ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ വേണം, കോമ്പൻസേഷൻ പ്രോഗ്രാം ഒക്കെ നോക്കണം, ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ നോക്കണം, പിന്നെ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലെ മാറ്റങ്ങൾ വരുത്തേണ്ടത് നോക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ലക്ഷ്യങ്ങള് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ് അല്ലെ. നമ്മൾ ജോബ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റീവ് ഒക്കെ സെറ്റ് ചെയ്തതിനു ശേഷം ഏതൊക്കെ ടൈപ്പ് ജോബുകളാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് അലൗട്ട് ചെയ്യേണ്ടത്, മാനേജറിയൽ, ക്ലറിക്കൽ എന്നിങ്ങനെയുള്ളത് എന്ത് ചെയ്യുക, അലൗട്ട് ചെയ്യണം. ദെൻ നിലവിലുള്ള ജോബും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പുകൾ സെലക്ട് ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു ഇപ്പൊ ജോബ് ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റേജിലാണ് നമ്മൾ ജോബ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എംപ്ലോയീസിൽ നിന്നും ജോലിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു. ക്വസ്റ്റ്യനെയർ വഴിയോ ഇന്റർവ്യൂസ് വഴിയോ ഒബ്സർവേഷൻ വഴിയോ ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നു മൂന്നാമത്തെ സ്റ്റെപ്പില്. നാലാമത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ എല്ലാം ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയാണ്. കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം ആ കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ജോബ് അനാലിസ്റ്റ് എന്ത് ചെയ്യും, ഒരു ഡിസ്ക്രിപ്ഷൻ, ജോബ് അനാലിസിസിന്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു. ഈ ഡ്രാഫ്റ്റ് നമ്മൾ മാനേജർക്കും, ഇനി ഡ്രാഫ്റ്റിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാറുണ്ടെങ്കിലും അതൊരു പേപ്പറിൽ എഴുതി വെക്കുന്നു. ദെൻ നമ്മൾ ഈ ഡ്രാഫ്റ്റ് എന്ത് ചെയ്യുന്നു, മാനേജർസും സൂപ്പർവൈസേഴ്സിനും നമ്മൾ അയച്ചു കൊടുക്കുന്നു. ലാസ്റ്റ് വൺ നമ്മൾ അയച്ച ഡ്രാഫ്റ്റില് എന്തെങ്കിലും മാറ്റങ്ങളും കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ മോഡിഫിക്കേഷൻസ് വരുത്തുന്നു. ഓക്കെ, ക്ലിയർ ആണോ 5 പ്രോസസ്സ്? ഓക്കെ ആണോ എല്ലാവരും? ഇത്രയും സിമ്പിൾ ആക്കി പറയാൻ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ അതിനെ ഷോർട്ട് ആക്കാനായിട്ട് പറ്റില്ല. ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞില്ല ഇത്രയും. ഓക്കെ ആണോ? എളുപ്പം. അതുപോലെ നിങ്ങളും മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഒരുപാട് തിയറിറ്റിക്കൽ ആയിട്ട് അങ്ങനെ ഇത് തന്നെ ഇപ്പൊ ഒരു പോയിന്റിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരിക്കലും ഞാൻ ബൈ ഹാർട്ടിനെ പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ, മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പൊ നമ്മൾ എളുപ്പം പറഞ്ഞപ്പോ മനസ്സിലായില്ലേ കുറച്ചും കൂടി. പാരഗ്രാഫിനെക്കാളും ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞു പോയി 5 പ്രോസസ്സ് ഏതൊക്കെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ 5 പ്രോസസ്സ്? ദെൻ മെയിൻ ആയിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. പേരുകൾ ഉണ്ടല്ലോ, പ്രോസസ്സ്, ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്, പ്രിപ്പയറിംഗ് ജോബ് അനാലിസിസ്, പെർഫോമിംഗ് ജോബ് അനാലിസിസ്, ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ, കൺട്രോളിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ. ഈ 5 പോയിന്റ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ, ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ദെൻ അതിന്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിന് സിമ്പിൾ ആക്കി പഠിക്കാം. ഓക്കെ, മാക്സിമം ഞാൻ സിമ്പിൾ ആക്കിയിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി നമ്മൾ തന്നെ സ്വയം നിങ്ങൾ വായിക്കുമ്പോൾ അതിലും സിമ്പിൾ ആക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കി പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു ഫ്ലോ ചാർട്ട് ആണ്. കണ്ടോ, ജോബ് അനാലിസിസിനെ കുറിച്ചിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജോബ് സ്പെസിഫിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കണം, സ്പെസിഫിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് പോകരുത്. ഏകദേശം കാണുമ്പോൾ ഇതെല്ലാം ഒരേപോലെയാണല്ലോ എന്ന് വിചാരിക്കും, അങ്ങനെയെല്ലാം വ്യത്യാസമുണ്ട്, പഠിക്കണം കേട്ടോ. നോക്കാം, ജോബ് അനാലിസിസിൽ വരുന്ന കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ വിവരണമാണ് അല്ലെ, ജോലിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണങ്ങളാണ്. ഇനി ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക്കേഷൻ ആ ഒരു ജോലിക്ക് വേണ്ട ആവശ്യകതകൾ അല്ലെങ്കിൽ യോഗ്യതകൾ. ഒരു എംപ്ലോയി എക്സാമ്പിൾ പറയുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു ജോലി ചെയ്യാനായിട്ട് വേണ്ട കഴിവുകൾ, അവന്റെ സ്കിൽസ്, അവന്റെ എക്സ്പീരിയൻസ് അല്ലെ, ഇതൊക്കെയാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ ജോലിയുടെ വിവരങ്ങൾ മാത്രം. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടും എന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ, എന്നിട്ടല്ലേ അതിനുള്ളിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാല് ഓൺലി ആ ജോലിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ മാത്രം. ഓക്കെ, സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി ആ ഒരു ജോലി ചെയ്യാനായിട്ട് അവന് വേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് വേണ്ട കാര്യങ്ങൾ, ആ ഒരു ജോലിയിൽ കയറണമെങ്കിൽ, ആ ഒരു ജോലി ചെയ്യണമെങ്കിൽ അവന് വേണ്ട ആവശ്യകതകൾ എന്തൊക്കെയാണ്. ഓക്കെ, ക്ലിയർ ആയി രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനും ഏകദേശം മീനിങ് ഒരുപോലെയൊക്കെ തോന്നും, പക്ഷെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിലും വരുന്ന കാര്യങ്ങളും കൂടി പഠിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഫസ്റ്റ് വൺ, ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ജോബ് ടൈറ്റിൽ,
job location, job summary, reporting to working condition, job duties, machines to be used, then hazards. ഒന്ന് വായിച്ചു നോക്കിയേ. ജോബ് ഡിസ്ക്രിപ്ഷനിൽ വന്നത് എന്തൊക്കെയാണ്? പെട്ടെന്ന് വായിച്ചു നോക്കാം, പഠിച്ചും കൂടി പോവാട്ടോ. ഒപ്പം ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വായിച്ചോ? കണ്ടോ? വായിച്ചപ്പോ എന്ത് തോന്നി? ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അവിടെ, ആണോ? ഒരു വ്യക്തിപരമായിട്ടുള്ളതോ എംപ്ലോയീസിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോട് പറയുന്നുണ്ടോ? ഇല്ല അല്ലെ? ജോലിയുമായിട്ട് ഓൺലി ജോബ് ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് അവിടെ. ഓക്കെ, നെക്സ്റ്റ് ജോബ് സ്പെസിഫിക്കേഷനിലോട്ട് വരാം. എന്തൊക്കെയാണ് അവിടെ ജോബ് സ്പെസിഫിക്കേഷനിൽ പറയുന്നത്? ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, സ്കിൽസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, സെൻസറി ഡിമാൻഡ്സ്. കണ്ടോ? ഇതെല്ലാം ഒരു ജോലിയെ കുറിച്ചാണോ? ആ ജോലി എടുക്കുന്ന ഒരു എംപ്ലോയിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ആണോ? വായിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജോലിയെ കുറിച്ചിട്ടുള്ള മാത്രമല്ല, ആ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, സ്കിൽസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, സെൻസറി ഡിമാൻഡ്സ്. എന്താ സെൻസറി ഡിമാൻഡ്സ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? സെൻസറി ഡിമാൻഡ്സ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സെൻസറി ഡിമാൻഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായിരിക്കും ആ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള ആ ഒരു എംപ്ലോയി, ആ ഒരു വ്യക്തി ഫിസിക്കലി ഏബിൾ ആണോ, അല്ലെ? ഫിസിക്കലി ഏബിൾ ആണോ എന്നൊക്കെ നമ്മളിപ്പോ പരിശോധിക്കുമല്ലോ. മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട് ചില ജോലികൾക്ക്, ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ചെയ്യാറില്ലേ? മെഡിക്കൽ ചെക്കപ്പ് പറയാറുണ്ടോ? അല്ലെ? ആള് ഫിസിക്കലി ഏബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ വർക്ക് ചെയ്യാനായിട്ട്, അല്ലെ? ഇപ്പോ നിങ്ങൾ പോലീസ് ടെസ്റ്റിനൊക്കെ ആണെങ്കിൽ നമ്മൾ PSC എഴുതി ടെസ്റ്റ് പാസ്സായി, ദെൻ ഫിസിക്കൽ ഉണ്ട്, അല്ലേ? പോലീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. ചില നമുക്ക് ജോബിനൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ഉണ്ട്, ആള് ഏബിൾ ആണോ, അല്ലേ? അതാണ് സെൻസറി ഡിമാൻഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പോയിന്റ്? ഫിസിക്കലി ഏബിൾ ആണോ എന്ന് വേണമെങ്കിൽ സൈഡിൽ എഴുതിയൊന്നും വെക്കേണ്ട, കുഴപ്പമില്ല, മനസ്സിലാക്കി ഇരുന്നാൽ മതി. ഫിസിക്കലി നമ്മൾ ഏബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ജോബ് അനാലിസിസിൽ മെയിൻ ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഓൺലി ജോബ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജോബ് ടൈറ്റില്, ജോബ് ലൊക്കേഷൻ, ജോബ് സമ്മറി, റിപ്പോർട്ടിംഗ് ടു വർക്കിംഗ് കണ്ടീഷൻ, ജോബ് ഡ്യൂട്ടീസ്, മെഷീൻസ് ടു ബി യൂസ്ഡ്, ഹസാർഡ്സ്. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ജോലി ചെയ്യാനായിട്ട് ആ ഒരു എംപ്ലോയിക്ക് വേണ്ട ആവശ്യകതകൾ, അല്ലെങ്കിൽ മീൻസ് ആ ഒരു വ്യക്തിക്ക് വേണ്ട കഴിവുകൾ, സ്കിൽസ്. ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, സ്കിൽസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, സെൻസറി ഡിമാൻഡ്സ്. ഓക്കെ, ക്ലിയർ ആണോ ആ ഒരു ഫ്ലോ ചാർട്ട്? ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം, പെട്ടെന്ന് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണത്, ചോദിക്കും എക്സാമിന് ഷുവർ ആയിട്ട് നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു 3 times വായിക്കാം. 3 times വായിക്കുമ്പോൾ ഒന്ന് മാക്സിമം പഠിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും പഠിച്ചെടുക്കണം കേട്ടോ. എളുപ്പമല്ലേ? നിങ്ങൾക്ക് മാറിപ്പോകില്ല. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ജോബിന്റെ പരമായിട്ട് മീൻസ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ സ്കിൽസും കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്നു. ഓക്കെ, മാറിപ്പോകരുത് പേര്. പലർക്കും ഇപ്പൊ നിങ്ങൾ ഓക്കെയാണ്, എളുപ്പമാണെന്നൊക്കെ പറയും, എങ്കിലും ഈ സ്പെസിഫിക്കേഷനും ഡിസ്ക്രിപ്ഷനും മാറിപ്പോകാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇത് വായിച്ചു നോക്കാം. 3 times വായിക്കണം. 3 times ഞാൻ വായിക്കാൻ സമയം തരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം ക്ലാസ്സിൽ വെച്ച് തന്നെ പറ്റാവുന്നത്ര നമുക്ക് പഠിച്ചു പോകണം. ഓക്കെ,
കംപ്ലീറ്റ് ചെയ്തോ? പഠിച്ചോ? ഓക്കെ. ദെൻ നമ്മളെ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഫ്ലോ ചാർട്ടിന് മുന്നേ ഒരു പാരഗ്രാഫ് കൂടി ഉണ്ടായിരുന്നല്ലോ, അത് വിട്ടുപോയി. പറഞ്ഞായിരുന്നോ ഞാൻ? വായിച്ചോ? 5 പ്രോസസ്സ് കഴിഞ്ഞിട്ട് ചെറിയൊരു കുഞ്ഞി പാരഗ്രാഫ് ഉണ്ടായിരുന്നോ? വായിച്ചിരുന്നോ? വായിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരെ ഫ്ലോ ചാർട്ടിലോട്ട് വന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വായിച്ചില്ല എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞില്ല? ആരും പറഞ്ഞില്ല. ഫ്ലോ ചാർട്ട് എടുത്തപ്പോ ഞാൻ പെട്ടെന്നാണ് ശ്രദ്ധിച്ചത്. എനിക്ക് മുന്നേ ഒരു കുഞ്ഞി പാരഗ്രാഫ് കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞാനിപ്പോ പറഞ്ഞപ്പോ എനിക്ക് കുറച്ചുപേര് ശ്രദ്ധിക്കുന്നത് അല്ലേ? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണ്ടേ? അതെ, കുറെ പേര് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ പെട്ടെന്ന് അങ്ങനെ എടുത്തും പോയി. കുഴപ്പമില്ല, നോക്കാം. ജോബ് അനാലിസിസിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. The job analysis result in the job description and job specification. Job analysis result ആണ് in the job description and specification. Job description comprise the duties, level of responsibility, working condition, etc. Job description ൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. And whereas job specification tells about skills, educations, background, qualifications, training, communication skills required to performing a specific job. നമ്മൾ ഈ ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. എങ്കിൽ നമ്മൾ അത് വിട്ടുപോകാൻ പാടില്ലല്ലോ. ഓക്കെ, ഈ ഫ്ലോ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അവിടെയും പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് ഫ്ലോ ചാർട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഫ്ലോ ചാർട്ടും കൂടി ഉണ്ട്. ഈ ഫ്ലോ ചാർട്ടുകളൊക്കെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നത്. ദെൻ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. ഇനി അപ്പൊ നമ്മൾ ജോബ് അനാലിസിസ് എന്താണെന്ന് കണ്ടു, അതിന്റെ പ്രോസസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ദെൻ ഇനി നമ്മൾ നോക്കാവുന്നത് പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. Job analysis plays an important role in recruitment and selection. Underline ചെയ്യാട്ടോ. Job analysis plays an important role in recruitment and selection. Okay, അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? Dash plays an important role in recruitment and selection. റിക്രൂട്ട്മെന്റിനെയും സെലക്ഷനെയും നമ്മൾ എന്താണ് ഇമ്പോർട്ടന്റ് ആക്കുന്ന റോള് മീൻസ് ജോബ് അനാലിസിസ് ആണ് റിക്രൂട്ട്മെന്റിനും സെലക്ഷനും നമ്മളവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. Job analysis plays an important role in recruitment and selection. ബാക്കി ഉണ്ട് കേട്ടോ. ജോബ് ഇവാലുവേഷൻ, ജോബ് deciding compensation and benefits package, performance appraisal, analyzing training and development needs, assessing worth of a job and increasing personal as well as organizational productivity. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ജോബ് അനാലിസിസ് പ്രധാന പങ്ക് വഹിക്കുന്നു. ഏതൊക്കെയാണ്? റിക്രൂട്ട്മെന്റ് ചെയ്യാനും സെലക്ട് ചെയ്യാനും, ജോബ് ഇവാലുവേഷന്, ജോബ് ഡിസൈൻ ചെയ്യാൻ, കോമ്പൻസേഷൻ ബെനിഫിറ്റ് പാക്കേജുകൾ കൊടുക്കാൻ, പെർഫോമൻസ് വിലയിരുത്താൻ, അല്ലെ, ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കൊടുക്കാൻ, ഇതെല്ലാം നമ്മള് ജോബ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ അതോടൊപ്പം തന്നെ ഇൻക്രീസിംഗ് പേഴ്സണൽ ആസ് വെൽ ആസ് ഓർഗനൈസേഷണൽ പ്രൊഡക്ടിവിറ്റി, അല്ലെ, ജീവനക്കാരുടെ പ്രൊഡക്ഷന്റെ വർധനവും അതോടൊപ്പം തന്നെ കമ്പനിക്ക് അത് ലാഭം ഉണ്ടാക്കാൻ ജോബ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസിന്റെ ചെറിയൊരു ഫ്ലോ ചാർട്ട് ആണ് തന്നിരിക്കുന്നത്. ഓരോ പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത് ഫ്ലോ ചാർട്ട് രൂപേണ. നോക്കാം, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പെർഫോമൻസ് അനാലിസിസ്, അല്ലെ, നമ്മളിവിടെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. പെർഫോമൻസ് അനാലിസിസ്, ഇവാലുവേഷൻ, അപ്രൈസൽ, വിലയിരുത്താനും അപ്രൈസലൊക്കെ കൊടുക്കാനും. ദെൻ കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ദെൻ ജോബ് ഡിസൈനിങ് ആൻഡ് റീഡിസൈനിങ്, എൻറിച്ച്മെന്റ്, എൻലാർജ്മെന്റ്, ജോബ് ഡിസൈൻ ചെയ്യാൻ, ജോബ് റീഡിസൈൻ ചെയ്യാനും, എൻറിച്ച്മെന്റിനും, അതായത് എന്താണ് മീൻസ് ഒന്നുകൂടി സമ്പുഷ്ടീകരിക്കാനും, എൻലാർജ്മെന്റ് കുറച്ചുകൂടി വലുതാക്കാനും, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ് അനാലിസിസ്, ട്രെയിനിങ്ങിലും ഡെവലപ്മെന്റ് നീഡിനും, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ക്രിയേറ്റിംഗ് എ റൈറ്റ് ഫിറ്റ് ബിറ്റ്വീൻ ജോബ് ആൻഡ് കാൻഡിഡേറ്റ്, മീൻസ് കൃത്യമായിട്ടുള്ള എന്താ പറയാ അനുയോജ്യമായിട്ടുള്ള വ്യക്തിയെ നമുക്ക് അവിടെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ജോബ് അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ജോബ് അനാലിസിസിന്റെ പർപ്പസ്, ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. പെർഫോമൻസ് അനാലിസിസ്, കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ജോബ് ഡിസൈനിങ്, റീഡിസൈനിങ്, എൻറിച്ച്മെന്റ്, എൻലാർജ്മെന്റ്, then training and development, need analysis, recruitment and selection.
ഓക്കെ, പ്രാക്ടിക്കലുള്ളത് വേണ്ട, ആ മെയിൻ പോയിന്റ് മാത്രം പഠിക്കാം. ഓക്കെ, അപ്പൊ ആ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് പഠിക്കണം, ബൈഹാർട്ട് ചെയ്യണം, ഇമ്പോർട്ടന്റ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഫ്ലോ ചാർട്ട് മാർക്ക് ചെയ്ത് വെക്കാം. ദെൻ ഒന്ന് വായിച്ചു നോക്കി, പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. ഫ്ലോ ചാർട്ട് ഒരു 3 ടൈംസ് വായിച്ചു നോക്കണം കേട്ടോ, എങ്കിലും അത് മനസ്സിലാകുള്ളൂ. പോയിന്റ്സുകൾ പഠിക്കണം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോ ഈ ഫ്ലോ ചാർട്ടിൽ പറയുന്ന പർപ്പസ്, ജോബ് അനാലിസിസിന്റെ പർപ്പസിനെ കുറിച്ചിട്ടുള്ള വിശകലനമാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നത്, പെർഫോമൻസ് അനാലിസിസ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിൽ പറയുന്നത് സെയിം ആ പോയിന്റുകൾ തന്നെ കുറച്ചും കൂടി വിശദീകരിച്ച് പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണോ ഇന്ന്? ഈ പോയിന്റ്സ് കൂടി ഉള്ളൂ ഇനി. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമ്മുടെ ചാപ്റ്റർ? കഴിഞ്ഞോ? നിങ്ങൾ അറിയാതെ പെട്ടെന്ന് പോയി ചാപ്റ്റർ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ പോയിന്റ്സുകളാണ് ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. കാരണം കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് പറയാൻ പറ്റില്ല, ടൈം ആയിട്ടുണ്ടല്ലോ. കംപ്ലീറ്റ് ചെയ്ത് പറയാനുള്ള ടൈം നമുക്ക് കിട്ടില്ല. പോയിന്റ്സ് നോക്കാം. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഫസ്റ്റത്തെ പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞു വെക്കാം കേട്ടോ. ദെൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് പോയിന്റ് റിപ്പീറ്റ് ചെയ്യാം. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഓൾറെഡി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഒന്നല്ല രണ്ടല്ല എനിക്ക് തോന്നുന്നു കുറെ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നോക്കാം. ജോബ് അനാലിസിസ് ഹെൽപ്പിംഗ് ഡിറ്റർമൈനിങ് വാട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ഈസ് റിക്വയർഡ് ടു പെർഫോം എ പർട്ടിക്കുലർ ജോബ് അല്ലെ? അതായത് ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാനായിട്ട് നമ്മൾ ഏത് വ്യക്തിയെ തിരഞ്ഞെടുക്കണമെന്ന് നിർണ്ണയിക്കുന്നതിന് നമ്മൾ എച്ച്ആറിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് പോയിന്റ്സ് ഔട്ട് ദ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, level of experience and technical, physical, emotional and personal skills required to carry out a job in desired fashion. The objective is to put in the right person at the right place. Recruitment and selection. And the main objective is the objective is to put in the right person at the right place. ശരിയായ സ്ഥലത്ത് ശരിയായ പേഴ്സണെ നിയമിക്കുകയാണ്. അതായത് അവന്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഇതെല്ലാം അനുസരിച്ചിട്ട് അവനെ ഏത് അനുയോജ്യമായിട്ടുള്ളത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അതിലേക്കാണ് സെലക്ട് ചെയ്യുക. ഇപ്പൊ ഒരു അക്കൗണ്ടിന്റെ വേക്കൻസി ആണ്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റിന്റെ പൊസിഷൻ ആണെങ്കിൽ അല്ലെ, അവിടെ പിടിച്ചിട്ട് നമ്മള് എന്താ പറയാ, അവിടെ ബികോം എംകോം അങ്ങനെ അക്കൗണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടാലി എന്നിങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തികളെ നമ്മൾ അവിടെ റിക്രൂട്ട് ചെയ്യുന്നത് അല്ലെ? ആണോ? അങ്ങനെയല്ലേ? ഓരോന്ന് അതിൻ്റെതനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള പേഴ്സണെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. സോ ദ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്?
Put the right person at the right place. ശരിയായിട്ടുള്ള ആ വ്യക്തിയെ ശരിയായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലോട്ട് നമ്മൾ നിയമിക്കുക. ഓക്കെ, അതാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. വായിച്ചു നോക്കാം കേട്ടോ, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. കിട്ടിയിട്ടില്ലേ? then ഇനി വരുന്ന പോയിന്റ്സുകൾ കൂടി ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ക്ലിയർ ആണല്ലോ. നമ്മൾ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. അടുത്ത ഭാഗം ഭംഗിയായിട്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാക്കി എല്ലാവരും? കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? റെസ്പോൺസ് ചെയ്യാട്ടോ, എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറയോ. താങ്ക് യു മാം. ഓക്കെ, അപ്പോ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവർ കുറച്ച് സെക്ഷൻ മാത്രമേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, താങ്ക് Miss. യു താങ്ക് യു താങ്ക് യു.